നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം. UDF നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിൽ പര്യടനം നടത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് ഒരു വമ്പൻ വിജയം തന്നെ നേടിക്കൊടുത്ത വോട്ടർമാരോടുള്ള നന്ദി പറയാൻ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ടൗണിലൂടെയാണ് ഈ പര്യടനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കൂടെ ചേരുകയാണ്. അപ്പോൾ വലിയൊരു ചരിത്ര ഭൂരിപക്ഷം എന്നാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത്. ഇതിനേക്കാളും പ്രതീക്ഷിച്ചിരുന്ന വോട്ട് അതോ? ഇല്ല, ഞാൻ നിങ്ങളോട് പറയുമ്പോഴും മോർ ദാൻ 10, 10-ൽ കൂടുതൽ എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 10-ൽ കൂടുതൽ വന്നു. എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഭൂരിപക്ഷം നേടുമെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിച്ചു. ഒരു പഞ്ചായത്തിൽ മാത്രം 200 വോട്ട് താഴെ പോയി, കരുളായി. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ഒക്കെ വലിയ ലീഡ്. പിന്നെ നഗരസഭയിലായിരുന്നു നമ്മൾ താഴെ പോകുമെന്നൊക്കെ ഇടതുപക്ഷം LDF പറഞ്ഞിരുന്നത്. അവിടെ 4000-ഓളം വോട്ടിൻ്റെ ലീഡാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോ പ്രചാരണത്തിൽ? അല്ല, നിലമ്പൂർ നഗരസഭ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒക്കെ ഞാൻ ആ ഓരോ വീടുകളുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തി പോകുന്നതാണ്. കഴിഞ്ഞൊരു 10 വർഷം, അതിന് മുൻപൊരു 10 വർഷമാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു വലിയ പ്രയാസമായി തോന്നിയില്ലായിരുന്നു. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലീഡ് നഗരസഭയിൽ നിന്നും ലഭിച്ചു. നല്ല ലീഡ് ലഭിച്ചു. ഒപ്പം തന്നെ ഇപ്പോൾ മണ്ഡലത്തിൽ പല വികസന പ്രവർത്തനങ്ങളും പറയുന്നുണ്ട്. ഏതിനായിരിക്കും ഒരു ആദ്യ പ്രയോറിറ്റി? UDF തുടങ്ങി വെച്ച കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് LDF പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയതാണ്. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പൂർത്തീകരിക്കണം. അതിന് ഇടതുപക്ഷ ഗവൺമെൻറ് എത്രമാത്രം നമ്മളോട് സഹകരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പരമാവധി സമ്മർദ്ദം അതിനുവേണ്ടി ചെലുത്തും. പ്രധാനമായിട്ടും പറയുന്നത് ബൈപ്പാസാണ്. അപ്പം അതിന് ധനാനുമതിയായി എന്നൊക്കെ പറയുന്നത്. നിലമ്പൂർ അതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? എത്ര ഫ്ലെക്സുകൾ കണ്ടു. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂർ കേട്ടുകൊണ്ടിരിക്കുകയാണത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആദ്യം പരിശോധിക്കണം. നടക്കുമെന്ന് പറഞ്ഞാൽ എനിക്കതിന് സമ്മർദ്ദം ചെലുത്താനേ കഴിയുക. ഭരണാനുമതി തരേണ്ടതും അതിന് ഫണ്ട് അനുവദിക്കേണ്ടതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഗവൺമെന്റിൽ അതിനു വേണ്ടിയുള്ള പരമാവധി സമ്മർദ്ദങ്ങൾ ചെലുത്തും. അപ്പോൾ ഇതിന്റെ പര്യടനം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങളും പാട്ടും ഒക്കെയായിട്ട് നിരവധി പ്രവർത്തകരും ഈ പര്യടനത്തിന്റെ ഒപ്പം തന്നെ ചേരുന്നുണ്ട്. ഇത് അമരമ്പലം പഞ്ചായത്തിൽ അവിടെ അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് പരമാവധി എല്ലാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഓട്ടപ്രദക്ഷിണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു നന്ദി പര്യടനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 നിലമ്പൂർ.